ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇനി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് എന്താ? ഗാർലിക് ബ്രെഡ് ഫിംഗർ. അപ്പം ഇത് കുട്ടികൾക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ശരിക്കും 2 മിനിറ്റിൽ അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്ന ഡോമിനോസ് സ്റ്റൈലിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഡോമിനോസ് സ്റ്റൈലിൽ അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല, എന്നാലും ഏകദേശം ആ ഒരു സ്റ്റൈലിൽ അവർ ഓൾമോസ്റ്റ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത് ശരിക്കും 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് ബ്രെഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഇതല്ലാതെ നമ്മൾ ഡോ ഒക്കെ ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ആ റെസിപ്പി നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് റിച്ചു? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് പറഞ്ഞേ? ഇതെങ്ങനെയുണ്ട് കഴിക്കാൻ? അടിപൊളി. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ജസ്റ്റ് 2 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗാർലിക് ബ്രെഡ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം ഗ്രേറ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വലിയതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ധാരാളമാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ല എരിവുള്ളതാണെങ്കിൽ ഏറ്റവും വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിനകത്തുള്ള പ്രധാന ചേരുവ എന്ന് പറയുന്നത് ബട്ടറാണ്. അപ്പോൾ സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ബൗളിനകത്തോട്ടേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3-3.5 ടേബിൾ സ്പൂണിനടുത്ത് നമ്മുടെ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ ബട്ടർ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു 2 പിഞ്ച് ഉപ്പ്, ഇതിപ്പോൾ അൺസാൾട്ടഡ് ആയതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. സാൾട്ടഡ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ബ്രെഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ പിന്നീട് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് വറ്റൽമുളക് ഒന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്താലും മതി. അപ്പോൾ അത് ആവശ്യാനുസരണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ കടയിലൊക്കെ ടേസ്റ്റ് കിട്ടണം എന്നാണെങ്കിൽ ഇതിനകത്തോട്ടേക്ക് തീർച്ചയായും ഒറിഗാനോ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അത് കടയിൽ നിന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. മിക്സഡ് ഹെർബ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചീസാണ്. അപ്പോൾ ചെദാർ ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഈ ചെദാർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അതാണെങ്കിലും നല്ലതാണ്. മൊസറല്ല ചീസ് ഇതിനകത്ത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ് മാത്രം വരുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഫില്ലിങ്സ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ബട്ടറും വെളുത്തുള്ളിയും കൂടിയുള്ള ഒരു മിക്സ് ജസ്റ്റ് ഒരു സൈഡിലോട്ടേക്ക് വരുന്ന രീതിയിൽ മാത്രം, 2 സൈഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അത് ഒത്തിരി അങ്ങ് ഹെവി ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് മറ്റേ സ്ലൈസ് ബ്രെഡിനകത്ത് നമ്മുടെ ചീസിൻ്റെ ആ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കുറച്ച് ടോപ്പിലായിട്ട് ഒറിഗാനോ ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് പഞ്ചസാര കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ചില്ലി ഫ്ലേക്സ് അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മധുരം കുറച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. പിന്നീട് നമ്മൾ ആ അടുത്ത സ്ലൈസ് ബ്രെഡിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ചീസും പിന്നെ കുറച്ച് ആ ഒരു ഫ്ലേവറിന് ഒറിഗാനോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ആ വെളുത്തുള്ളിയുടെ മിക്സ് വരുന്ന ഭാഗം താഴെയായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ബാക്കിയുള്ള ആ ബട്ടറിൻ്റെ വെളുത്തുള്ളിയുടെ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ചീസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി നല്ലതുപോലെ റെഡി ആയി കിട്ടുക. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് ആയി
കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെർഷൻ, അപ്പോൾ അതുകൂടി ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേ രീതിയിൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഗാർലിക് ബ്രെഡ് ശരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അതേ ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് ഗാർലിക് ബ്രെഡ് ഫിംഗേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. നല്ല ചീസൊക്കെ പുറത്തോട്ടേക്ക് വന്ന് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.